അടുത്തൊരു ചോദ്യം. ഒരു മീറ്റിംഗിൽ 11 പേർ പരസ്പരം ഹസ്തദാനം ചെയ്തു, ഷെയ്ക്ക് ഹാൻഡ് ചെയ്തു. ആകെ എത്ര ഷെയ്ക്ക് ഹാൻഡ്സ് ഉണ്ടായി എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിലെ മീറ്റിംഗ് നമ്പറിന്റെ എണ്ണം വളരെ പ്രധാനമാണ്. നമുക്കറിയാം ഇതിന്റെ മീറ്റിംഗോട് ഓരോരുത്തർ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന എണ്ണം കണ്ടെത്തി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. n×n-1/2. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് വേണം നമ്മൾ അതിനെ അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും n എന്ന് പറയുന്നത് എത്ര ആൾക്കാർ എന്നുള്ളതാണ്. 11 ആൾക്കാർ. 11 × 11-1/2 ആണ്. 11 എന്ന് പറഞ്ഞാൽ എല്ലാവരും 11 × 10/2. അതിന്റെ ആൻസർ 110/2 55 എന്ന് കിട്ടും. ഓക്കെ, ഞാൻ ഇനി പറയാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ചില മോഡലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ചോദിക്കാറുണ്ട്. അതിൽപ്പെട്ട ഒരു ചോദ്യമാണ് ഒരു സർക്കിൾ, ഒരു വൃത്തം, അതിന് 11 ഡോട്ടുകളുണ്ട്. 11 ഡോട്ടുകളുണ്ടെന്ന് കരുതാം. ഒരു സർക്കിളിൽ വ്യത്യസ്തമായി, ഞാൻ ഇവിടെ ഫുള്ള് 11 ഡോട്ടും അടയാളപ്പെടുത്തുന്നില്ല, ജസ്റ്റ്. അപ്പോൾ ഓരോ ഡോട്ടിൽ നിന്നും പോകുന്ന കോഡ്സ്, ഞാനുകളുടെ എണ്ണം, പരസ്പരം പോകുന്ന കോഡ്സിന്റെ എണ്ണം ചോദിക്കാറുണ്ട്. അതിനും സെയിം ഇക്വേഷൻ ആണ്. ഒരു വൃത്തത്തിൽ 11 ഡോട്ടുകളുണ്ട്. ഓരോ ഡോട്ടിൽ നിന്നും പോകുന്ന നമ്പർ ഓഫ് കോഡ്സ്, ഞാനുകളുടെ എണ്ണം ചോദിച്ചാലും സെയിം ആണ് ആൻസർ. n×n-1/2 എന്ന ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇവിടെ 11 × 11-1/2 സെയിം ആൻസർ ആണ് വരിക, 55. ഓക്കെ, അപ്പൊ ഇതും ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് രണ്ട് ചോദ്യം. ഷെയ്ക്ക് ഹാൻഡ് അതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ചോദ്യം കൂടി വരുന്നത്. നമ്പർ ഓഫ് കോഡ്സ് കാണാൻ, ഞാനുകളുടെ എണ്ണം കാണാൻ ചോദിക്കും. അത് എത്ര ഡോട്ട് ഉണ്ട് എന്നുള്ളത് ക്വസ്റ്റ്യൻ തരും. 20 ഡോട്ടോ 10 ഡോട്ടോ ഒക്കെ തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ക്വസ്റ്റ്യന്റെ കൺസെപ്റ്റും ഇതാണെന്ന് മനസ്സിലാക്കണം. ആൻഡ് ഇൻ അഡീഷണൽ ടു ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ പോളിഗൺസ്, ബഹുഭുജങ്ങൾ. ഇപ്പോൾ ഒരു ബഹുഭുജത്തിന് ബഹുഭുജത്തിന്റെ ഇതിനെണ്ണം, ഓരോ പോയിന്റ് നിന്ന് പോകുന്ന ഇതിന്റെ എണ്ണം കാണണമെങ്കിൽ വികർണ ഡയഗണൽസിന്റെ എണ്ണം കാണണമെങ്കിൽ അതിന്റെ ഇക്വേഷൻ n×n-3/2 എന്നുള്ള ഇക്വേഷൻ ആണ് അത് ഉപയോഗിക്കുക. അപ്പോൾ 11 സൈഡുള്ള ഒരു പോളിഗൺ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ 11×11-3/2 എന്നുള്ള ഇക്വേഷൻ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. 11 3 കുറച്ചാൽ നമുക്കറിയാം എത്ര കിട്ടാം, 8 കിട്ടും. 11×8/2 അല്ലെ, 88/2 എന്ന് പറഞ്ഞാൽ 44 ആണ്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നമ്പർ ഓഫ് ഡയഗണൽ ഓക്കെ പോളിഗൺസിൽ വികർണങ്ങളുടെ എണ്ണം, വികർണങ്ങളുടെ എണ്ണം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ആൻഡ് ലാസ്റ്റ് വൺ, ഒരു പോയിന്റ് നിന്ന് പോകുന്ന, ഒരു സൈഡിൽ നിന്ന് പോകുന്ന വികർണങ്ങളുടെ എണ്ണം, ഡയഗണൽസിന്റെ എണ്ണം ചോദിച്ചാൽ n-3 ആണ്. ഇപ്പോൾ 12 വശമുള്ള പോളിഗൺ ആണെങ്കിൽ ഒരു പോയിന്റിന് എത്ര ഡയഗണൽ ചോദിച്ചാൽ 12-3 9 ഡയഗണൽ ഒരു പോയിന്റിന്. ഓക്കെ, ഇത് ടോട്ടൽ ഡയഗണൽ ആണ് n×n-3/2 എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്വസ്റ്റ്യൻ